NSS കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന് 6.17 കോടിയുടെ ബജറ്റ്. മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപ നീക്കിവെച്ചു. സ്കോളർഷിപ്പ്, ധനസഹായ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ വകയിരുത്തി. കരയോഗ അംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ സഹായത്തിനായി 2 ലക്ഷം രൂപ വീതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി താലൂക്ക് NSS കരയോഗ യൂണിയൻ 6.17 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. സാമൂഹികക്ഷേമ പദ്ധതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കരയോഗാംഗങ്ങൾക്ക് വിവാഹ ചികിത്സാ ധനസഹായം നൽകുന്നതിന് 2 ലക്ഷം രൂപ വീതം ഉൾപ്പെടുത്തി. ഹ്യൂമൻ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും, എൻഡോമെന്റ്, സ്കോളർഷിപ്പ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവയ്ക്ക് 20 ലക്ഷം രൂപയും അനുവദിച്ചു. ദുരിതാശ്വാസ നിധി സംഭാവന ഇനത്തിൽ 2 ലക്ഷം രൂപയും മന്ദിര നിർമ്മാണത്തിനായി 4 കോടി രൂപയും നീക്കിവെച്ചു. ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 3 ലക്ഷം രൂപയും സർവീസ് ദ്വൈവാരികയ്ക്ക് 5 ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ NSS ട്രഷററും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ NV അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. നമ്മൾ ശാന്തമായി ഒന്ന് ആലോചിച്ചാൽ ഈ സംഘടന ഉണ്ടായില്ല എങ്കിൽ സമുദായാചാര്യന്റെ ഒരു അവതാര പുരുഷനെ പോലെ കടന്നു വന്ന് ഈ സംഘടന രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ, ആ പുരുഷായുസ് മുഴുവൻ തന്നെ ഇതിനു വേണ്ടി നിഷ്കാമമായി സമർപ്പിച്ച് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുക. ഇന്ന് നമുക്കും സമൂഹത്തിനുമൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ ഇത്ര ശക്തമായ ഒരു പ്രസ്ഥാനം അദ്ദേഹം കെട്ടിപ്പടുത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കുക. എവിടെ നിൽക്കും നമ്മൾ? എവിടെ ഒരുമിക്കും? നമ്മുടെ കാര്യങ്ങൾ എവിടെ പറയും? ആര് പറയും? ആരോട് പറയും? അതൊക്കെ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യമാണ്. സാമൂഹിക മാറ്റങ്ങൾക്ക് നല്ല നിലയിൽ നേതൃത്വം കൊടുത്തു, ആ ലക്ഷ്യങ്ങളൊക്കെ കൈവരിച്ചു. അതേപോലെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ നായർ സമുദായത്തിലെ കുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, സർക്കാർ സ്കൂളുകൾക്ക് സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. യൂണിയൻ സെക്രട്ടറി അരുൺജി നായർ ബജറ്റ് അവതരിപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണപിള്ള, യൂണിയൻ ഇൻസ്പെക്ടർ ട്രെയിനി VS സജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. 153 കരയോഗങ്ങളിൽ നിന്നുള്ള യൂണിയൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.